ഹായ്, എല്ലാവരും അച്ചാർ കഴിക്കാനും അച്ചാർ ഉണ്ടാക്കാനും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണോ? നമുക്ക് നമ്മുടെ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നെല്ലിക്ക അടർത്തിയിട്ടുള്ള അച്ചാറാണ്. ഇതാവുമ്പോൾ നെല്ലിക്ക മുഴുവനേ ഉള്ള അച്ചാറാണ്. ഈ ഒരു നെല്ലിക്ക ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം കേട്ടോ. വേറെ കറികളൊന്നും വേണ്ട, ഒരു നെല്ലിക്ക മാത്രം കൂട്ടിയിട്ട് ഊണ് കഴിക്കാം. കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അച്ചാറിന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വായിൽ വെള്ളം വരും. അത് പ്രത്യേകിച്ച് നെല്ലിക്കയും മാങ്ങയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വായിൽ കപ്പലോടാൻ മാത്രം വെള്ളം വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ നെല്ലിക്ക അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളൊരു 300 ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചധികം വേണം. നെല്ലിക്ക കുറവാണെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ വേണം. ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് കൂടുതൽ എടുത്തതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പച്ചമുളക് കൂടുതലെടുത്തത്. പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഒക്കെ വേണം. അപ്പോൾ ഞാൻ ഈ നെല്ലിക്ക നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ഒന്ന് ആവി കയറ്റിയിട്ട് വീണ്ടും തുടച്ചെടുത്തതാണ്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവും വെള്ള നെല്ലിക്കയിൽ, ഇല്ലെങ്കിൽ നമ്മുടെ അച്ചാർ വേഗം മോശമായി പോകും. അപ്പോൾ ആവി കയറ്റി കഴിഞ്ഞാൽ നന്നായിട്ടൊരു തോർത്ത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡ്രൈ കോട്ടൺ ഉപയോഗിച്ചോ നന്നായി തുടച്ചെടുക്കുക. ഇത് നമ്മൾ അടർത്തി എടുത്തിട്ടല്ല അച്ചാർ ഉണ്ടാക്കുന്നത്, ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അടർത്തി എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കാനാണ് ഞാൻ ഇതുപോലെ തുടച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നെല്ലിക്ക ആവി കയറ്റി എടുക്കുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ കളർ മാറി വരും കേട്ടോ. സാധാരണ നെല്ലിക്കയുടെ കളറിൽ നിന്ന് നന്നായിട്ട് കളറൊന്ന് മാറി വരും. നെല്ലിക്ക നല്ല ചൂടുണ്ട്, ഞാനിപ്പോൾ ആവി കയറ്റി എടുത്തതുകൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ പതുക്കെ വിട്ട് വരും. അതുപോലെയാണ് ആവി കയറ്റി എടുക്കുന്നത്. ഒരു 5 മിനിറ്റ് മതി ആവി കയറാനായിട്ട്. 5 മിനിറ്റിൽ കൂടുതൽ ആവി കയറ്റി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നെല്ലിക്കയുടെ കളർ മാറി വരും, തൊലി ചുരുണ്ടിങ്ങനെ വരും. അപ്പോൾ നമുക്ക് നെല്ലിക്ക ആദ്യം വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ചതച്ച് ചേർക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെയാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ അച്ചാറിൽ സാധാരണ ഇതുപോലെ മുറിച്ച് ചേർക്കാറില്ല, പക്ഷേ ഈ അച്ചാറിൽ ഇതുപോലെ മുറിച്ച് ചേർത്താലാണ് പെർഫെക്റ്റ് ആവുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അച്ചാർ ഒരുപാട് ദിവസം വയ്ക്കേണ്ട, ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ ഇതിലേക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിനാഗിരി ചേർക്കുന്നില്ല കേട്ടോ. വിനാഗിരി ചേർക്കാതെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഇത് നമ്മൾ പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് റൗണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വിനാഗിരി ചേർക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും വിനാഗിരി ചേർക്കുമ്പോൾ എല്ലാവരും അതിൽ കമൻറ്റ് ചെയ്യാറുണ്ട്, വിനാഗിരി ഇത്രയും ചേർത്തിട്ടുണ്ടെങ്കിൽ വയറിന് ദോഷമല്ലേ, വയറിന് മോശമായിട്ട് എന്തെങ്കിലും വരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കാതെ നമ്മളിന്ന് ചെറുനാരങ്ങ നീര് മാത്രം ചേർത്തിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. നമ്മളിപ്പോൾ അച്ചാർ റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണയിൽ തന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ചധികം എണ്ണ വേണം. നമുക്ക് നെല്ലിക്ക വഴറ്റിയെടുക്കാനും ബാക്കിയുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റിയെടുക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള എണ്ണ വേണം. അതുകൊണ്ട് അച്ചാർ മോശമായി പോകാതിരിക്കാനും എല്ലാമായിട്ട് നമ്മൾ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് അങ്ങ് ചൂടായി പോകണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നനവ് മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ചെറിയ ക്വാണ്ടിറ്റി നെല്ലിക്ക ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ഇടാം കേട്ടോ. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രം 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ചാർ ചീത്തയായി പോവും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കണം. അതൊന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് അച്ചാറിലേക്ക് ചേർക്കാനുള്ളതാണ്. തിളപ്പിച്ച വെള്ളം തന്നെ ചേർക്കണം, പച്ചവെള്ളം ചേർക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കുക എന്ന് പറയുന്നത്. അത് നമ്മൾ നെല്ലിക്ക ആവി കയറ്റാൻ വെക്കുമ്പോൾ തന്നെ വെള്ളവും തിളപ്പിക്കാൻ വെക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക എണ്ണയിലിട്ടിട്ട്. ഒരുപാട് അങ്ങോട്ട് മൂപ്പായി പോകണ്ട, ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ നെല്ലിക്ക വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ട്, അതുകൊണ്ടാണ് നെല്ലിക്കയിൽ കുത്തു പോലെ പാട് വന്നിട്ടുള്ളത്. നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ടാണ് ഇതുപോലെ കുത്തു വന്നിട്ടുള്ളത്. 4-5 ദിവസം, ഒരാഴ്ചയിൽ. അപ്പോൾ നിങ്ങൾ നെല്ലിക്ക വാങ്ങിച്ചിട്ട് ഫ്രഷ് ആയിട്ട് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കുത്തുണ്ടാവില്ല കേട്ടോ. വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല അതിന്. ആ ഫ്രിഡ്ജിൽ ഇരുന്നതിൻ്റെ ഒരു ദിവസങ്ങളുടെ പഴക്കം മാത്രമേ ഉള്ളൂ. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് കുറേ സമയം നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ മൺചട്ടിയിൽ തന്നെ ചെയ്യുന്നത്. പിന്നെ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർക്കുക. കണ്ടോ, ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്ക് നെല്ലിക്ക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം ഇളക്കിയിട്ട്.
ഇതുപോലെ വഴറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് നെല്ലിക്ക അച്ചാർ ഉപയോഗിക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നെല്ലിക്ക അച്ചാർ ഉപയോഗിക്കാൻ കുറേ ദിവസം എടുക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ നെല്ലിക്ക ഒന്ന് സോഫ്റ്റ് ആയി വരാൻ കുറേ നാളുകൾ എടുക്കും. പിന്നെ നമുക്ക് ആവി കയറ്റാതെ വഴറ്റിയെടുക്കാം, അപ്പോഴും കുറേ ദിവസങ്ങൾ എടുക്കും നെല്ലിക്ക സോഫ്റ്റായി വരാനായിട്ട്. ആവി കയറ്റിലും വഴറ്റിലും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ സോഫ്റ്റ് ആയി കിട്ടും. കണ്ടോ, ഇതുപോലെ പതഞ്ഞ് വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് ഇതിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. എണ്ണയിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. അത് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എണ്ണയുടെ ചൂട് കൂടുന്നതനുസരിച്ച് നമുക്ക് ഫ്ലെയിം കുറയ്ക്കുകയും എണ്ണയുടെ ചൂട് കുറയുമ്പോൾ കൂട്ടുകയും ചെയ്യാം. നെല്ലിക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ തന്നെ നമ്മൾ ആവി കയറ്റിയപ്പോൾ തന്നെ നെല്ലിക്കയുടെ തൊലിയൊക്കെ വിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വിനീഗർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വിനീഗർ ചേർക്കാം കേട്ടോ, ചെറുനാരങ്ങ നീരിന് പകരമായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വിനീഗർ ചേർക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 2 ചെറുനാരങ്ങയുടെ നീരാണ് എടുക്കുന്നത്. അതും ഏകദേശം ഒരു 1/4 കപ്പ്, ഒരു 4 ടേബിൾ സ്പൂൺ വരും. അത്രയും മതി നമുക്ക്. ചെറുനാരങ്ങ നീരാകുമ്പോൾ കുറച്ചുകൂടി പുളി കൂടുതലാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക അതാ 5 മിനിറ്റായി നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നെല്ലിക്ക അച്ചാർ ഒരിക്കലും മോശമായി പോകില്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമ്മൾ നാരങ്ങ അച്ചാർ ചെയ്യുമ്പോഴും. നാരങ്ങ നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് കട്ട് ചെയ്ത് അച്ചാർ ഇടുകയാണെങ്കിൽ നാരങ്ങ അച്ചാർ മോശമായി പോവില്ല. പിന്നെ എണ്ണ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അച്ചാറും മോശമായി പോവില്ല കേട്ടോ. നിങ്ങൾ പച്ചവെള്ളം യൂസ് ചെയ്യാതെ അതുപോലെ നനവുള്ള സ്പൂണൊക്കെ ഉപയോഗിക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ അച്ചാറുകളൊന്നും മോശമായി പോവില്ല. പലരും കമൻറ്റ് ചെയ്യാറുണ്ട് അച്ചാർ ഇട്ടിട്ടുണ്ടെങ്കിൽ അച്ചാർ മോശമായി പോകുന്നു, അത് എന്തുകൊണ്ടാണെന്ന്. അത് നനവുള്ള സ്പൂൺ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഈ വെള്ളം ചേർക്കുന്നത് പച്ചവെള്ളം ചേർക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വഴറ്റിയെടുക്കാതിരിക്കുകയോ എണ്ണ കുറച്ച് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അച്ചാറുകൾ മോശമായി പോകുന്നത്. ഈ അച്ചാറൊന്നും ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുകൊക്കെ അച്ചാറിൽ കുറച്ചധികം ചേർക്കണം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കാം. 4-5 ഉലുവ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ഇനി ഉലുവപ്പൊടി ചേർക്കുന്നതാണ്. കടുക് ഉലുവയും പൊട്ടി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. നമുക്കിതിലേക്ക് ഇനി വറ്റൽമുളക് ചേർക്കാനുണ്ട്. ഞാനൊരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ തീ കൂട്ടി വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. പച്ചമുളകും കൂടി കുക്കായി വരട്ടെ. ഇതൊരു 3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലാണെങ്കിൽ, ഹൈ ഫ്ലെയിമിലാണെങ്കിൽ 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കുക്കായി വരും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കറക്റ്റായിട്ട് കുക്കായില്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെർഫെക്റ്റ് ആയി വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കടിക്കുമ്പോൾ ആ ഒരു പച്ച ടേസ്റ്റ് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വലുതായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക കറക്റ്റ് പാകമായി കഴിഞ്ഞാലും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് വെക്കാം കേട്ടോ. 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് വെക്കാം. വലിയ ചെറുനാരങ്ങയാണെങ്കിൽ 1.5 മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം പിഴിഞ്ഞെടുക്കാം. ഇത്രയും ക്വാണ്ടിറ്റിക്ക്. ഇതിലേക്ക് ഇനി ഞാൻ കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. കറിവേപ്പില അച്ചാറിൽ കുറച്ചധികം വേണം. പൊടികൾ ചേർക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് അച്ചാറൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ചേർക്കുക കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകരുത്, അതുകൊണ്ടാണ്. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ, ഞാനിപ്പോൾ പൊടികൾ ചേർക്കുന്ന സ്റ്റേജിൽ തന്നെ ഉലുവ ചേർക്കണം. ഉലുവ പച്ചയ്ക്കാണ് പൊടിച്ച് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ വേണ്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൊരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടി ഒന്നാവട്ടെ. പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ അച്ചാറിട്ട് വയ്ക്കാമോ എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് കമൻറ്റിൽ. ഇരുമ്പിൻ്റെ ചട്ടിയിൽ അച്ചാർ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ അത് കീപ്പ് ചെയ്യാതിരിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്ത് അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ അച്ചാറിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. ആ വിനാഗിരിയുടെ ഇതൊക്കെ കൊണ്ട് ചെറിയ വ്യത്യാസമൊക്കെ വരും. അതുകൊണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയിൽ, അതുപോലെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലൊക്കെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ മാറ്റി വയ്ക്കുക. ഇതുപോലെ മൺചട്ടിയിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളിലോ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അച്ചാർ അതിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കാം.
അപ്പോൾ നമ്മുടെ വേപ്പിലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുക. വളരെ ഈസിയാണ്. എല്ലാ അച്ചാറിൻ്റെ റെസിപ്പികളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നമ്മൾ ഇതുപോലെ വേറെ ഒരുപാട് അച്ചാറുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പപ്പായയും അതുപോലെ തന്നെ മാങ്ങയും ചെറുനാരങ്ങയും ഒക്കെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അച്ചാറുകളൊക്കെ കണ്ടിട്ട് ഓരോന്നും സീസണലായിട്ട് അവൈലബിൾ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചോറിന് എളുപ്പത്തിലൊരു കറിയാവും. അപ്പോൾ സീസണലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. ഞാൻ ഫ്ലെയിം കുറച്ച് വയ്ക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ 3 ടീസ്പൂൺ ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂൺ മതി. ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ കായപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി ഈ പൊടികളൊന്ന് കുക്കായി വരണം. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് എണ്ണയുണ്ട് നമുക്ക് അച്ചാറിലേക്ക്. ഇതുപോലെ എണ്ണ വേണം, എങ്കിലേ നമ്മുടെ അച്ചാർ മോശമായി പോവാതിരിക്കുള്ളൂ. പൊടികൾ കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്താൽ നമ്മുടെ അച്ചാറിൻ്റെ ആ ഉപ്പും പുളിയും എരിവും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അത് പല അച്ചാറിലും നമ്മൾ ചേർക്കാറുള്ളതാണ്. മാങ്ങ അച്ചാറിലൊന്നും ചേർക്കാറില്ല കേട്ടോ. നെല്ലിക്ക അച്ചാറിലും വെളുത്തുള്ളി അച്ചാറിലും അതുപോലെയുള്ള അച്ചാറുകളിലൊക്കെ ചേർക്കാറുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം. തിളപ്പിച്ച് ചൂട് മാറിയ വെള്ളമാണിത്. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ നീര് ഒരു 1/4 കപ്പ് ഉണ്ട്, അതും കൂടി ചേർക്കാം. ചെറുനാരങ്ങയുടെ കുരു വീഴാതെ ചേർക്കണം. ഇനി ഇതെല്ലാം ചേർന്നൊന്ന് തിളച്ച് വരട്ടെ. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം തിളപ്പിച്ചത് ചേർക്കാം കേട്ടോ. തിളപ്പിച്ചിട്ട് ചൂട് മാറിയതായിരിക്കണം, തിളച്ച വഴിയെ ചേർക്കരുത്. പിന്നെ വിനാഗിരി ആണെങ്കിലും ഈ ഒരു സ്റ്റേജിൽ ചേർക്കാം. ചെറുനാരങ്ങ നീര് ഒഴിവാക്കിയിട്ട് വിനാഗിരി ചേർക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർക്കുക. അച്ചാറിന് ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് വേണ്ടതാണ്. നെല്ലിക്കയിലേക്കൊക്കെ ഉപ്പ് പിടിച്ച് വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആവാനാണ് നമ്മൾ കുറച്ച് ഉപ്പ് കൂടുതൽ ചേർക്കുന്നത്. അത് ഏത് അച്ചാറിലാണെങ്കിലും കുറച്ച് ഉപ്പ് കൂടുതൽ ചേർക്കണം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ നെല്ലിക്ക ചേർക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇട്ട് തിളപ്പിക്കാം കേട്ടോ. അതിന് ശേഷം നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രേവി കറക്റ്റ് അളവിലാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കുന്നില്ല. ഇതൊന്ന് നന്നായിട്ട് ചേർത്ത് ഇളക്കിയിട്ട് ഈ ഗ്രേവിയിൽ കിടന്ന് നെല്ലിക്ക ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. ഒരുപാട് അങ്ങോട്ട് ഗ്രേവി വറ്റി പോരുത്, ചെറിയ ഗ്രേവി വേണം നമുക്ക്. എന്താണെന്ന് വെച്ചാൽ ചൂട് മാറി വരുമ്പോൾ അച്ചാർ കുറുകി വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു 5 മിനിറ്റ് തിളപ്പിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ തന്നെ കണ്ടോ, അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റും കൂടി തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഉപ്പൊക്കെ ഞാൻ ചെക്ക് ചെയ്തു, ഉപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. ഇത് വീണ്ടും തിളപ്പിക്കുക. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം തിളപ്പിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ ഇതാ ഗ്രേവിയൊക്കെ കുറുകി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കഴിക്കാൻ എടുക്കുമ്പോൾ പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം. പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ വിനീഗറാണ് നിങ്ങൾ ചേർത്തതെങ്കിൽ വിനീഗർ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ പുളി കറക്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഒന്നും ചേർക്കാത്തത്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ചൂട് മാറി കഴിയുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ അച്ചാർ കഴിക്കാൻ എടുക്കുമ്പോൾ നനവില്ലാത്ത സ്പൂൺ ഉപയോഗിച്ചെടുക്കാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ സൂക്ഷിച്ച് വയ്ക്കുന്ന പാത്രങ്ങളാണെങ്കിൽ നനവില്ലാത്ത പാത്രങ്ങളിൽ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമുക്കൊരു ലൈക്കും കൂടി തരാൻ ഇട്ട് പോകരുത്. പിന്നെ
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ അച്ചാർ കഴിക്കുമ്പോൾ ഈ ഗ്രേവിയും കൂടി ചേർത്തിട്ട് എടുത്ത് കഴിക്കുക. അപ്പോഴാണ് നന്നായിട്ട് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ നെല്ലിക്ക മാത്രം എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിക്ക അച്ചാറിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയില്ലല്ലോ. അതിന് കുറേ ദിവസങ്ങൾ ഇരിക്കേണ്ടി വരും. നെല്ലിക്കയുടെ ആ ഒരു ഗ്രേവിയും കൂടി ചേർത്ത് കഴിച്ചാലാണ് എല്ലാ അച്ചാറുകളും, നെല്ലിക്ക അച്ചാറെന്നല്ല എല്ലാ അച്ചാറുകളുടെയും ഗ്രേവി ഉള്ള അച്ചാറുകളാണെങ്കിൽ ആ അച്ചാറിൻ്റെ ഗ്രേവിയും കൂടി ചേർത്ത് കഴിച്ചാലാണ് പെർഫെക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.